ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു പാലുകാച്ച് വ്ളോഗാണ്. എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ മാക്സിമം കവർ ചെയ്യാൻ നോക്കാം. അങ്ങനെ ഞാൻ ഇവിടെ നിൽക്കുകയാണ്, മല്ലൂർക്കടവ് നിൽക്കുകയാണേ. സംഭവം വണ്ടിത്തടത്താണ്, തിരുവല്ലം വണ്ടിത്തടത്താണ് ഈ പാലുകാച്ച് പറഞ്ഞത്. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി വരാനുണ്ട്. വേറൊരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പയ്യൻ്റെ കട ഓപ്പണിംഗ് കൂടിയാണ്. ഇന്നാണ് ഓപ്പണിംഗ്. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് 8:30 കഴിഞ്ഞ്. അതിന് പോകാൻ പറ്റില്ല. എന്തായാലും വൈകുന്നേരം പോകാനുള്ള പ്ലാനിലാണ് ഞാൻ ഇരിക്കുന്നത്. ഗൈസ്, അപ്പോൾ ഇന്നാണ് ഏപ്രിൽ 23. ഇന്നാണ് നമ്മളെ തമിഴ്നാട്ടിൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും TV-യിലേക്ക് വോട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഗൈസ്, അങ്ങനെ ഞാൻ പാലുകാച്ച് വീട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതും ഒരു പാലുകാച്ച് വീടാണ്. ഇന്നത്തെ തന്നെ അല്ല, ഇത് വേറൊരു വീട്. ഇതിൻ്റെ ഉള്ളിലോട്ടാണ് ഞാൻ വന്ന വീടുള്ളത്. അതായത് ഗൈസ്, അങ്ങനെ ഞാൻ പാലുകാച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. ഇത് പാലുകാച്ച് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ആ കൺട്രാക്കിൻ്റെ മോളെ വീടാണ് പാലുകാച്ച്. അങ്ങനെ ഇവിടെ നിൽക്കുകയാണ് ഇപ്പം. സംഭവം വീടിൻ്റെ അകമൊക്കെ കയറി കണ്ട് ഞാൻ നിങ്ങൾക്ക് ഇതൊരു വീഡിയോയിലൂടെ കാണിക്കാം. വീടിൻ്റെ അകമൊക്കെ അത്യാവശ്യം നല്ല വർക്കാണ്. ഇത് നമ്മളെ എൻജിനീയർ അല്ല, ഇത് വേറെ ഒരു എൻജിനീയറാണ് ഈ വീട് പണി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഇവിടെ കുറച്ച് നമ്മളെ വെൽഡിങ് വർക്കുകളുണ്ട്. അപ്പോൾ എന്തായാലും അതിന് നമ്മൾ വരും. ഹാൻഡ് റെയിലും കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം. കാർ റൂഫ് ഷെഡൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് വരും. അപ്പോൾ എന്തായാലും വീടിൻ്റെ അകമൊക്കെ ഒന്ന് കണ്ടിട്ട് വരും ഗൈസ്. ഗൈസ്, അങ്ങനെ ഇതൊക്കെയാണ് ഇവിടുത്തെ പുതിയ വീടിൻ്റെ വിശേഷങ്ങൾ. ഗൈസ്, അങ്ങനെ റൂഫ് ടോപ്പിൽ വന്നിട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ ടോപ്പ്. ഇതുപോലെ തന്നെ അവിടെ ഒരു വീടുണ്ട്, കണ്ടില്ലേ? ഇത് ഒരുമിച്ചാണ് പാലുകാച്ച്. ഇന്ന് തന്നെ പാലുകാച്ച്. ഗൈസ്, അങ്ങനെ സമയം ഇപ്പോൾ ഒരു 12:30 എന്നിട്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നു. ഇനി ഫുഡ് കഴിച്ചിട്ടാണ് പോകാനുള്ള പ്ലാൻ. ഇതിനിടയ്ക്ക് കുറേ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ. നമ്മളിവിടെ ഇരിക്കുകയാണ്. അത്യാവശ്യം നമ്മളിവിടെ ഇരിക്കുകയാണ്. കണ്ടിതാണ് വ്യൂ, വീടിൻ്റെ വ്യൂ. ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. സദ്യയാണ്, ഉച്ചയായി കേട്ടോ. അതുകൊണ്ട് സദ്യ ആയിരിക്കും മിക്ക. ഗൈസ്, എന്തായാലും വിളമ്പടി മുമ്പ് നമ്മൾ വന്നിട്ടുണ്ട്. ഇരിക്കുകയാണ് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും വിളമ്പി തുടങ്ങി. അങ്ങനെ ഫുഡൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി നമ്മൾ. എന്തായാലും വിളമ്പി. അങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. കടയിൽ ഒരെണ്ണമുണ്ട്. അല്ലല്ല, പുതിയത് വാങ്ങിച്ച് ബ്ലാക്ക് ഒരെണ്ണം. അതെല്ലാം കൊണ്ടുവരാമെന്നില്ല. ഓരോന്നും വരുമ്പോഴേ ഞാൻ ടേസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്.
കൊണ്ടുവരുന്നത് കഴിച്ചിട്ട് വരാം. ഞാൻ വാഴയില ചുരുട്ടിയിരിക്കുകയാണ്. ഫുഡ് കഴിക്കും ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഫുഡ് നല്ല ഫുഡായിരുന്നു, നല്ലൊരു സദ്യയായിരുന്നു. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കട ഇന്ന് ഉദ്ഘാടനം വന്നു. അപ്പോൾ അതിനൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. അവൻ വിളിച്ചിട്ടുണ്ട്, എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. ഞാൻ ഇപ്പോൾ വർക്ക്ഷോപ്പിലാണ് നിൽക്കുന്നത്. തിരുമലയാണ് കട ഉള്ളത്. എന്തായാലും ഇനി അങ്ങോട്ടേക്ക് പോകാമെന്നുള്ള പ്ലാനിലാണ് ഗൈസ്. ഞാൻ അങ്ങനെ അവൻ്റെ ബേക്കറിയിലോട്ട് വന്നിട്ടുണ്ട്, കാണിച്ചു തരാം. ഞാൻ അതൊരു ഷോർട്ട്സായിട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ ഇതൊരു വ്ളോഗിലൂടെ കാണിക്കുക, അതേ നടക്കുകയുള്ളൂ. ഷോർട്ട്സായിട്ട് ഇടാമെന്നാണ് വിചാരിച്ചത്, നോക്കട്ടെ പറ്റുമെങ്കിൽ ഇടാം ഗൈസ്. എന്തായാലും അവൻ വരാറുണ്ട്, നമ്മളെ ഫ്രണ്ടും കൂടി വരട്ടെ, എന്നിട്ട് കയറാമെന്നുള്ള മൈൻഡിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇതാണ് ഗൈസ് അവൻ്റെ കട. മേടിച്ചേരാ. നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ പോവുകയാണ് നോക്കിയിട്ട്. അതായത് അങ്ങോട്ട് തിരുമലയും ഇങ്ങോട്ട് ഇങ്ങോട്ട് എവിടെ ആകുമ്പോൾ തച്ചോട്ടാവാ മങ്കാട്ടാട് റോഡുമാണ്, അതിൻ്റെ ഇടയ്ക്കുള്ളതാണ് ബ്രദേഴ്സ് ബേക്കറി എന്ന് പറയണത്. ഇന്ന് ഓപ്പൺ ആയതേ ഉള്ളൂ. ഇതൊക്കെയാണ് കട. കൂൾ ഡ്രിങ്ക്സ് എല്ലാം ഉണ്ട്. ഇതുപോലെ എടാ ഇവിടെ വേറെ എന്തൊക്കെ ഉണ്ടോ? പറ. ലൈം ജ്യൂസൊക്കെ ഉണ്ടോ ഇനി അങ്ങോട്ട്? അപ്ഡേറ്റ് ആണ്. ലൈം ജ്യൂസൊക്കെ ഇനി വരും. ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് അത്യാവശ്യം എടുക്കാം കേട്ടോ. വന്ന് അങ്ങനത്തെ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അല്ല ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ എടുക്കാം. ക്യാമറ ഓൺ തന്നെ അത് ഇവിടെ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ എടുക്കാം. പിന്നെ മുറുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അച്ചപ്പൂ എടുത്ത് ഈ മുറുക്കും എടുത്ത് എന്തായാലും ഒരു 5 മുട്ടയും കൂടി പാഴ്സൽ എടുത്താൽ മുട്ട. പിന്നെ അവനെ കൂടെ അറിഞ്ഞു എന്തൊക്കെയുണ്ട് മുട്ട. ഒരു വേറെ എടുത്ത് വെച്ചിരിക്കണം. ഒരു 5 മുട്ടയും കൂടി എടുത്ത് തരാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. കണ്ടില്ലേ? ബിസ്ക്കറ്റ്, പിന്നെ സ്നാക്സ് ഐറ്റംസ്, പിന്നെ കൂൾ ഡ്രിങ്ക്സ്, ലൈം വരുമെന്നാണ് പറയുന്നത്. ഇനി അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും കട. എന്തായാലും ഇതൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഗവലോവർ പ്രൈമറി സ്കൂളിൻ്റെ മങ്കാട്, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ബേക്കറി പറഞ്ഞത്. ബ്രദേഴ്സ് ബേക്കറി എന്നാണ് ഈ കട ഷോപ്പിൻ്റെ പേര്. ഇതാണ് ആ സ്കൂളിൻ്റെ ബോർഡ്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ കട വരുന്നത്. കണ്ടില്ലേ? ബ്രദേഴ്സ് ബേക്കറി എന്നാണ്
പേര്. ഇവിടെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സാധനം നമുക്ക് പാഴ്സൽ തരാൻ പോവുകയാണ്. വേറൊന്നും വേണ്ട, വേറൊന്നും വേണ്ട, അതാണ്. ഇതും കൂടി എടുക്കും. വാങ്ങിച്ചിട്ടുണ്ട്. അവൻ പറയുന്നത് ജോലി ചെയ്യുന്നത് പോകുമ്പോൾ കയറണമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെ കയറുകയാണ് സപ്പോർട്ട് ചെയ്യുക. സ്പെഷ്യൽ ചെയ്താണ് ഷോപ്പ് തുടങ്ങിയിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ എന്തായാലും ഞാൻ അവിടെ നിന്ന് ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വീട്ടിലത്തേക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇറങ്ങിയാണ്. ഇനി നേരെ തിരിച്ചൊന്ന് വീട്ടിലേക്ക് പോയതിന് ശേഷം ഒന്ന് കിടന്നിട്ട് ഇനി എന്തോ ഉള്ളൂ. അപ്പം പുറത്തിറങ്ങിയാണെങ്കിൽ ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വരും ഗൈസ്. ചിലപ്പം ഇതായിരിക്കും ചിലപ്പോൾ മൈൻഡ് അപ്പ്, അല്ല ഇനി ചിലപ്പം വൈകുന്നേരം എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് ഇറങ്ങുന്നതാണ്.